സൗണ്ട് നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കുറച്ച് തൊണ്ടയടഞ്ഞിരിക്കുക. നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറെ വേറെ കാര്യങ്ങളല്ലേ. ചിലവർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലവർ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ആണോ? ഡെഫിനറ്റ്ലി ആണ്. യെസ്. എവിടെയോ സമാധാനത്തിന് തുറന്നു പറഞ്ഞ ഞാൻ എവിടെയോ കണ്ടല്ലോ, അല്ല ഒരു പ്രണയം ഉണ്ട് വീട്ടിൽ പറഞ്ഞിരുന്നു എന്നൊക്കെ തരത്തിലല്ലോ ഒന്ന് രണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐവ് നെവർ ഡേറ്റഡ് someone, but right now I'm single. സമാധാനത്തിന്റെ പാതയിലൂടെ പോകുന്ന ഒരു പോകുന്നതാണ്. മനുഷ്യനാണ് ഞാൻ. അത്രേ ഉള്ളൂ. സിംഗിൾ ആയിരിക്കുന്നതാണോ സമാധാനം എന്നാണോ മാധവ് വിചാരിക്കുന്നത്? കുറച്ചും കൂടെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോഴത്തേക്കും യു നീഡ് മോർ ടൈം ടു ഇൻവെസ്റ്റ്. കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കൂടും. അങ്ങനെ ഉത്തരവാദിത്തത്തിന്റെ അല്ല, സമയം. വേറൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, they deserve that. When you're dating someone, they deserve your time. Right now I need to spend my time on building myself. എൻ്റെ ഒരു കരിയർ വൈസ് ആണെങ്കിലും എൻ്റെ ലൈഫ് ആണെങ്കിലും അത് ബിൽഡ് ചെയ്യാനുള്ള ഒരു യാത്രയിലാണ് ഞാൻ. സോ ഐ നീഡ് ടു കീപ് മൈ ടൈം. കരിയർ ആണ് ഇമ്പോർട്ടന്റ്. ഡെഫിനറ്റ്ലി. ഓക്കെ. പുതിയ തലമുറയിലെ വിവാഹം, ഞാനിപ്പോൾ നമ്മൾ സിംഗിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നതേ ഉള്ളൂ. പുതിയ തലമുറയ്ക്ക് വിവാഹം അല്ലെങ്കിൽ വിവാഹബന്ധം ഇതിനോട് താല്പര്യമില്ല എന്ന രീതിയിൽ പൊതുവെ നമ്മൾ കണ്ടുവരാറുണ്ട്. മാധവന്റെ ഒരു ഒപ്പീനിയൻ എന്താ? അങ്ങനെ ഒരു കാണുന്നുണ്ടോ? നോട്ട് റിയലി. ലൈക്ക് കല്യാണം കഴിക്കുന്നവരുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ഇതെല്ലാം ഓരോ വ്യക്തികളുടെയും ചോയ്സ്. ഇതൊരു ജനറേഷണൽ കാര്യമായിട്ട് കാണുന്നതാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം. ഓക്കെ. ഓരോ വ്യക്തിക്കും അവരുടേതായ ചോയ്സ് ഉണ്ട്. അത് അവർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ ഉടനെ ഒരു സൊസൈറ്റൽ മൂവ്മെന്റ് ആയിട്ട് കാണുന്ന നോ ഡസന്റ് മേക്ക് സെൻസ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. മറ്റു രണ്ട് ചിത്രങ്ങൾ കുമ്മാട്ടിക്കളി, അംഗമട്ടഹാസം യെസ്. ചിത്രങ്ങളെ പറ്റി ഒരു പ്രതീക്ഷ. കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. യെസ്. എന്താണ് പ്രതീക്ഷ? നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്യൂച്ചറിലുള്ള വർക്കിനാണെങ്കിലും ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് നോട്ട് അണ്ടർ മൈ കൺട്രോൾ. വാട്ട്സ് അണ്ടർ മൈ കൺട്രോൾ ഇസ് ദ വർക്ക് ദാറ്റ് ഐ ഡു. അത് കുമ്മാട്ടിക്കളി എന്നൊരു സിനിമ ചെയ്തത് ഞാൻ JSKയുടെ കൂടെ സൈമിൾട്ടേനിയസ്ലി ചെയ്തൊരു സിനിമയായിരുന്നു. ഒരുപാട് ട്രോൾസും ഒരുപാട് വിമർശനവും കിട്ടിയിട്ടുള്ളൊരു സിനിമ. ആൻഡ് ഐ കൈൻഡ് ഓഫ് അഗ്രി വിത്ത് ദം. ആ സിനിമയുടെ പ്രസന്റേഷനും അത്ര നല്ലതല്ലായിരുന്നു. ഓക്കെ. ആൻഡ് ഐ ഡു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ഫേസ് കണ്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ ഫേസ് കണ്ടോ ഒരു സിനിമ കാണാൻ സ്വന്തം കാശ് കൊടുത്ത് പോകുന്നൊരു പ്രേക്ഷകനോട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്തം ഞാൻ ഫുൾഫിൽ ചെയ്തില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കുമ്മാട്ടിക്കളിയിലുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ആ ഒരു കാര്യത്തിൽ ഐ ഹോപ്പ് ഐ ഹവ് ഡൺ ജസ്റ്റിസ് or I will do justice to the people who are paying to go see me through Angam Attahasam. I think ഇതുവരെ കണ്ടത് വെച്ച് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഓക്കെ, ഗുഡ്. ഒരു സൂപ്പർ സ്റ്റാർ ആകണം എന്നാണോ ആഗ്രഹം? ഈ പണി ചെയ്യുന്ന ആർക്കും ആഗ്രഹമില്ലാത്ത. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി എത്ര ദൂരം പോകേണ്ടി വരും, അല്ലെങ്കിൽ ഏത് രീതിയിൽ മെച്ചപ്പെടണം എന്നാണ് മാധവൻ ഇപ്പോൾ ഈ 3 സിനിമയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാധവന് തോന്നുന്നത്? ഈ 3 സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് ഈ ജേർണിയുടെ ഒരു 1% പോലും ആയിട്ടില്ല. ഓക്കെ. സോ ദാറ്റ്സ് എ വെരി വെരി ലോങ് വേ ഫോർ മീ ടു ഗോ ഇഫ് ഐ വാണ്ട് ടു ബി ദാറ്റ് സോ കോൾഡ് സൂപ്പർ സ്റ്റാർ. ആ ജേർണിയിൽ ഞാൻ പോവോ എത്തോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അതിന് പണിയെടുക്കേണ്ട മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. I'll try my best. What can I do? Try my best. അച്ഛന്റെ ഏത് സിനിമയാണ് മാധവന് ഏറ്റവും ഇഷ്ടം? ഭരചന്ദ്രൻ IPS. യെസ്. ഡയലോഗ് പറയാൻ പറ്റുമോ? അറിയില്ല, അറിയാനിട്ടാണോ അത് നമുക്ക് പറയാനുള്ള ഡയലോഗ്സ് ബുദ്ധിമുട്ടുണ്ടാണ്? ഒക്കെ അറിയാം. ഒന്ന് തൊണ്ട കുറച്ച് വയ്യാതിരിക്കുക. ആ മനുഷ്യന്റെ ശബ്ദത്തിന് കുറച്ചധികം ഗാംഭീര്യമുണ്ട്. വീട്ടിൽ നിങ്ങൾ അച്ഛന്റെ ഡയലോഗ് ഒക്കെ പറയാറുണ്ടോ? 2-3 തവണ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഡയലോഗ് എന്നല്ല, dialogue? സംതിങ് കോണ്ടെക്സ്ച്വൽ. ആ അപ്പം ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ മേ ബി വൺ ഓഫ് ഹിസ് നോട്ട് സോ ഫേമസ് ഡയലോഗ്സ് ചിലപ്പോൾ ഒരു മാനറിസം ആയിരിക്കും, ഒരു തമാശയായിട്ട്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ അപ്പൊ പുള്ളി അത് കാണുമ്പോ എങ്ങനെയാ എൻജോയ് ചെയ്യാറുണ്ട്? തീർച്ചയായും നമുക്ക് ചെയ്യാനുള്ള നട്ടൽ എനിക്കില്ല. ഇല്ല. ആരും നിങ്ങൾ ആരും പറയാറില്ല? I don't know. I can speak for ഡയലോഗ് myself. ഒന്നും പറയാറില്ല വീട്ടിൽ അങ്ങനെ? Not really. ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് അച്ഛന്റെ കമ്മീഷന്റെ ഡയലോഗ് പ്രസന്റ് ചെയ്യും. ചെയ്യും. ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗും കൂടെ. So I've seen him 2-3 സ്റ്റേജ് ഷോസിൽ പ്രസന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. He's quite good at it too. So ഇപ്പൊ ഒരു റീ റിലീസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിത്രം ഏതായിരിക്കും? Summer in Bethlehem is number 1 for me. ഓക്കെ. ഇന്നലെ മണിച്ചിത്രത്താഴ് ഐ തിങ്ക് റീ റിലീസ് വന്നതാണ്. അതെ. സോ കണ്ടിരുന്നോ? റീ റിലീസ് പോയി കണ്ടിട്ടില്ല. പക്ഷെ അന്നെടുത്ത ആ സിനിമ തന്നെ ഇനിയും ഒരു 100 തവണ വേണമെങ്കിൽ കാണാൻ പറ്റും. ഇറ്റ്സ് ദാറ്റ് ഗുഡ്. ദ ഫിലിം വാസ് ദാറ്റ് വെൽ മെയ്ഡ്. ഇറ്റ് വാസ് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. സമ്മർ ഇൻ ബത്ലഹേം ഞാൻ പറയാൻ കാര്യം അത് അന്നത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഒരു ടെക്നോളജി വെച്ച് അതിനെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഷുവർ ദ സെയിം ക്വാളിറ്റി ഓഫ് കോണ്ടന്റ് ഇൻ എ ബെറ്റർ വിഷ്വൽ സ്പെക്ടക്കിൾ. സോ ഐ തിങ്ക് ദാറ്റ് സംതിങ് ദാൽ ഡു വെൽ. പുതിയതായിട്ട് കാണുന്ന, ആദ്യമായിട്ട് സമ്മർ ഇൻ ബത്ലഹേം ഇനി കാണാൻ പോകുന്ന ഈ ജനറേഷനിലെ ഒരു കുട്ടിക്ക് they'll still enjoy the film. So that's why Summer in Bethlehem for me. അച്ഛന്റെ എല്ലാ ചിത്രങ്ങളും കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം കണ്ടിട്ടില്ല. It's too many. അതെ. About 300 films. 253, 55 as a lead actor, but it's more than 290.
അച്ഛൻ കരിയറിൽ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസ് ഇറ്റ്സ് മോർ ദൻ 290. സോ എല്ലാം കാണാൻ പറ്റിയിട്ടില്ല. അപ്കമിങ് ചിലതിന് ആക്ച്വലി ഇതിന്റെ ഡിജിറ്റൽ റെക്കോർഡിങ്സ് ഇല്ല ഇപ്പോൾ. സോ ഓക്കെ. അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണുള്ളത്? സോ ലൈക്ക് ഐ സെഡ് ദസ് അംഗം അട്ടഹാസം, ഓക്കെ. ബല എന്ന് അരുൺ ചന്തു ഡയറക്ട് ചെയ്യുന്ന ജഗദീഷ് ശ്രീകുമാർ സർ റിട്ടേൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വലയുടെ റിലീസ് ഇന്നത്തെ അങ്ങനെ അറിയാം. വലയുടെ ഷൂട്ട് ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു ആൻഡ് വി ടേക്കിംഗ് ടൈം വിത്ത് ദ പ്രോജക്റ്റ്. ജഗദീഷ് ശ്രീകുമാറുമായിട്ട് കോമ്പോസ് സീൻസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് സിനിമ കണ്ട് മനസ്സിലാക്കിയ പോലെ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു ലെജൻഡറി ആക്ടറാണ് പുള്ളി. അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജഗദീഷ് സാറിനെയൊക്കെ ഞാൻ കുഞ്ഞിലെ ഒരുപാട് അഡ്മയർ ചെയ്ത് വന്നൊരു ആളാണ്. എനിക്ക് CID മൂസ എന്നൊരു സിനിമയിൽ മാത്രം പറയാൻ പറ്റും. ഹീസ് ഡൺ മെനി മോർ ക്യാരക്ടേഴ്സ്. എല്ലാം അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും ഇപ്പോൾ ഈ പറയുന്ന പോലെ കമേഴ്ഷ്യലി നന്നായി പെർഫോം ചെയ്യാത്ത സിനിമയിലാണെങ്കിലും യു വിൽ നോട്ടീസ് ഹിം ആൻഡ് ഹീസ് ഓൾമോസ്റ്റ് എ പെർഫെക്റ്റ് ആക്ടർ എന്ന് പറയാനുള്ളത് ഇറ്റ്സ് ഹിം. ഏത് ക്യാരക്ടറും എന്ത് ലെവൽ ഓഫ് സീരിയസ്നെസ്സോ അല്ലെങ്കിൽ കോമഡിയോ ഇമോഷണലാണെങ്കിലോ ഹി എക്സിക്യൂട്ട്സ് ഇറ്റ് സോ വെൽ. ഇഷ്ടപ്പെട്ട കൊമേഡിയനാണോ? കോമഡി മാത്രമല്ല, ഇഷ്ടപ്പെട്ട ആക്ടറാണ്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഒരുപാട് പേരുണ്ട്. മലയാളത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ ഇനി വേൾഡ് വൈഡ് നോക്കിയാലും എനിക്ക് നമ്പർ 1 ആക്ടർ അല്ല, ആക്ട്രസ് ആണ്. ആക്ട്രസ് ആണ്. ശോഭന മാം. ഓക്കെ. ഷീസ് നമ്പർ 1 ഫോർ മീ. ശോഭനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? അങ്ങനെ മണിച്ചിത്രത്താഴ്. ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റുമോ? മണിച്ചിത്രത്താഴ് ഇന്നലെയും തന്നെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. ആൻഡ് ലൈക്ക് ഐ സെഡ് there's too many names, too many films. ഇവരെത്ര എല്ലാവരും എങ്ങനെ ഈ പറഞ്ഞ ഇപ്പം എനിക്ക് നെയിം ചെയ്യാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും എലീറ്റ്, ലെറ്റ്സ് സേ 10 out of 10 പെർഫോമൻസ് കൊടുത്ത ഒരുപാട് ഫിലിംസ് ഉണ്ട്, 90s-ലാണെങ്കിലും 2000s-ലാണെങ്കിലും. സോ ഐ കാൺ ജസ്റ്റ് നെയിം 1 or 2 and കൂടെ അഭിനയിക്കണമെന്ന് others. ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഉണ്ടാവും. It's one of my എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റ്. അതിലൊരു സാധനമാണ് ശോഭന മാമായിട്ട് ഒരു ഫിലിമിൽ വർക്ക് ചെയ്യുക. സോ Okay. ഹോപ്പ്ഫുള്ളി വൺ ഡേ ദാറ്റ് ഹാപ്പൻസ്. യു നെവർ നോ. നോട്ട് ഓൾ ഡ്രീംസ് ആർ ഫുൾഫിൽഡ്. അത് ശരി. എനിക്ക് 2026-ലെ വേൾഡ് കപ്പ് വിന്നിംഗ് ഇന്ത്യൻ ടീമിലെ ആഗ്രഹമുണ്ട്. അതെ. ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ ഡ്രീം അൺഫുൾഫിൽഡ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഐ ഹോപ്പ് ദിസ് വൺ ഗെറ്റ്സ് ഫുൾഫിൽഡ് ദോ. മാധവന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും റോൾസ് ഉണ്ടോ? ഇന്ന ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയാൽ അത് നന്നായിരുന്നു, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു അതിൽ അങ്ങനെ പറയാനാണെങ്കിൽ ലേലം ആൻഡ് വാഴുന്നൂർ 2 Okay. സിനിമ, ഉം. അതിലെ ക്യാരക്ടേഴ്സ് ചാക്കോച്ചിയൻ കുട്ടപ്പായി, ഐ ഫീൽ ലൈക്ക് ദേ വർ വെരി വെൽ റൗണ്ടഡ് ക്യാരക്ടേഴ്സ്. എല്ലാ ഇമോഷനും അതെ അതെ. അതിൻ്റെതായ റെസ്പെക്ട് കൊടുത്ത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആണ്. ഉം. അപ്പം ഞാൻ അത്രയും ഒരു നല്ല പെർഫോമൻസ് കേപ്പബിലിറ്റി ഉള്ള ഒരു ആക്ടറായി എന്തെങ്കിലും മാറിയാൽ ഉം. അറ്റ് ദാറ്റ് മൂമെന്റ് അതിന് ആപ്റ്റായ ആ ജനറേഷന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് വന്നാൽ ഉം. മേ ബി വൺ ഡേ ലൈക്ക് ഐ സെഡ് ഹോപ്പ്ഫുള്ളി. മാധവ് ഇപ്പോൾ സിനിമയിലേക്ക് കടന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ സിനിമ എന്നും ഒരു പാഷൻ ആയിരുന്നു, ഇനി അതൊരു പ്രൊഫഷൻ ആക്കാൻ തന്നെയാണോ മാധവന്റെ തീരുമാനം? ഫുട്ബോൾ വാസ് മൈ പാഷൻ. ഉം. സിനിമ എന്നിലോട്ട് വന്നതാണ്. ആൻഡ് ലൈക്ക് ഐ സെഡ് ഐ ഡു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഉം. ഇപ്പോൾ അച്ഛൻ്റെ പേര് മാത്രമല്ല, ഈവൻ ഇത്രയും ഒരുപാട് സിനിമ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഉം. അവർക്ക് വേണ്ട ഒരു അവസരമായിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ അതിന് ഫുൾ റെസ്പെക്റ്റ് കൊടുത്ത് ആ വർക്കിന് അതിൻ്റെ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് കൊടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് നന്നായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെ മേലെ ഉണ്ടെന്ന് എല്ലാ ദിവസവും ഓർക്കേണ്ടതാണെങ്കിലും ദാറ്റ്സ് പാർട്ട് ഓഫ് മൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ ഫോക്കസ് ഓൺ ദാറ്റ് ഇഫ് ഐ എം ഗുഡ് ഇനഫ്, ഇഫ് ദ ക്രൗഡ് തിങ്സ് സോ ആസ് വെൽ. കാര്യം ജനങ്ങളാണല്ലോ ഞാൻ ഈ പറഞ്ഞ ആക്ടേഴ്സിനെയും അതെ. സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ഉണ്ടാക്കുന്നതും സസ്റ്റെയിൻ ചെയ്യുന്നത്. അതെ. അവർ തീരുമാനിച്ചാൽ മേ ബി I'd like to continue. I'm starting to fall in love with this profession. എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. So let's see. ഒരു റോൾ മോഡൽ അങ്ങനെ പറയാൻ ആരെങ്കിലും ആണോ? Sir Alex Ferguson. മനസ്സിലായത്? Sir Alex Ferguson, Manchester okay, United okay. manager. സിനിമയിലാണെങ്കിലോ? സിനിമയല്ല, മമ്മൂട്ടി സർ. മമ്മൂട്ടി സാർ. മമ്മൂട്ടി സർ 100%. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണമെന്ന ആഗ്രഹം ചോദിക്കുന്നില്ല, ഉണ്ടാവും. Obviously. നെപ്പോട്ടിസം എന്താണ് പറയാനുള്ളത്? പോസിറ്റീവും നെഗറ്റീവും. Nepotism in cinema or nepotism in general? സിനിമ. Nepotism in cinema, it gets you that access card. Madhav Suresh is here because of Suresh Gopi. Mm. The negative, Madhav Suresh will get criticized before his work even comes out. Or Madhav Suresh will be called an actor who failed in multiple movies when he has one release. ഒറ്റ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ഇവൻ എല്ലാ സിനിമയിലും മോശമാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു സ്റ്റേജിലോട്ട് നെപ്പോട്ടിസം കൊണ്ട് എത്തിക്കും. It's actually happened. So, and നെപ്പോട്ടിസം സിനിമയിൽ മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു വക്കീലിൻ്റെ
അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പിള്ളേർ, അവർ വക്കീലായും ഡോക്ടറായും പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് ആ വക്കീലിന് പരിചയമുള്ള ഒരു തീർച്ചയായും. സീനിയറിൻ്റെ അല്ലെങ്കിൽ ആ ഡോക്ടറിന് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിലോ ആയിരിക്കും. ദാറ്റ്സ് ഓൾസോ നെപ്പറ്റിസം. പക്ഷേ അവരുടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ ഈ എക്സാം എഴുതി പാസ്സായി ഗ്രേഡ്സ് കൊണ്ടേ കയറാൻ പറ്റും, കുറച്ച് ഹെൽപ്പേ കിട്ടത്തുള്ളൂ. ഞാൻ ആക്ടിങ് ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും ചെയ്ത് എൻ്റെ ഫസ്റ്റ് സിനിമയിലോട്ട് വന്ന ആളല്ല. ഐ ഹാഡ് വെരി മിനിമൽ ട്രെയിനിങ്. ഒരു 20 day കോഴ്സ് ഉണ്ടായിരുന്നു, ദാറ്റ്സ് ഇറ്റ്. ഉം. And acting it's something, it's one of those jobs where you have to prove your caliber on the job. വർക്ക് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് അങ്ങനെ നന്നാവത്തുള്ളൂ. അതെ. പക്ഷെ ആ ഒരു ടൈമിൽ ആൾക്കാർക്ക് വിമർശിക്കാൻ കൂടുതൽ താല്പര്യം ഇങ്ങനത്തെ ഒരാളായിരിക്കും. ഉം. അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. വാട്ട് ഡസ് ദിസ് പേഴ്സൺ ലൈക്ക്, വാട്ട് ഇസ് ഹി ഡൺ, വാട്ട് ഇസ് ഷീ ഡൺ ടു ഡിസേർവ് ദിസ് ജോബ്? മനസ്സിലാക്കാത്തത് ഇതിൽ വർക്ക് ചെയ്ത് ബെറ്റർ ആവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആയാൽ maybe one day I'll keep doing this. If I'm not good enough, maybe I won't be here. സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ? ഞാനല്ലല്ലോ അത് പറയണ്ടേ, ചുറ്റുമുള്ളവരല്ലേ. അല്ല, എന്നാലും തമാശയൊക്കെ പറയാറുണ്ടോ? അത് എൻ്റെ ആ ഒരു സൈഡ് അർഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സൈഡ് എനിക്ക് ഓപ്പൺ ആയിട്ട് അങ്ങനെ ആവാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ they see all of my sides. And എല്ലാവരുടെ എന്തിനാ ഞാൻ പോയി ചിരിച്ചും കളിച്ചും പോയി നിൽക്കുന്നത്? നോർമലി കൂളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. Do you go find a random person and like ചുമ്മാ ചിരിച്ചും കളിച്ചും പോയി നിൽക്കുക? ഇല്ല. Exactly, same thing. അപ്പോൾ ആക്ടിങ് പഠിച്ചിട്ടില്ല എന്നാണ് മാധവ് പറയുന്നത് അല്ലേ? I did a 20-day workshop at അത് മാത്രമേ ഉണ്ടായിരുള്ളൂ. Anupam Kher's Actor Prepares in Mumbai. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ സിനിമ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെതായ ഒരു മിനി വർക്ക്ഷോപ്പ്, അതിൻ്റെ ആ ക്യാരക്ടറിലോട്ട് കയറാനായിട്ട് ആ ഡയറക്ടർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കയറാനായിട്ട് അതിനൊരു കുട്ടി വർക്ക്ഷോപ്പ് കാണും. സോ ദാറ്റ്സ് ദി ഓൺലി ട്രെയിനിങ് ഐ ഹാവ് ഹാഡ്. ചേട്ടനാണെങ്കിലും ഗൂഗിൾ സുരേഷ് സിനിമയിലുള്ള ആളാണ്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഒരു നടനാണ്. അപ്പോൾ മാധവനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറയാറുണ്ടോ? നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? വീട്ടിൽ സിനിമ ഒരു ഡിസ്കഷൻ ആകാറുണ്ടോ? വീട്ടിൽ സിനിമ ഒരു ഡിസ്കഷൻ അല്ല, എൻ്റെയും ചേട്ടൻ്റെയും കോൺവെർസേഷൻസിൽ അത് ഡിസ്കഷനാണ്. ബിക്കോസ് ഐ ഡു ആസ്ക് ഹിം, ലൈക്ക് എൻ്റെ ഡൗട്ട്സ് എല്ലാം ഏറ്റവും ആദ്യം പോകുന്ന ചേട്ടൻ്റെ അടുത്താണ്. ആൻഡ് എൻ്റെ പെർഫോമൻസ് ഇപ്പോൾ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ്സ് ആണെങ്കിലും he'll have an opinion on that. ആ ഒപ്പീനിയൻ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുന്ന ഒപ്പീനിയനാ. സോ he's the most involved person. ഒരു സെക്കൻഡ് എൻ്റെ ലൈഫിൽ ഞാനല്ലാതെ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് എൻ്റെ ചേട്ടനാണ്. അതൊക്കെ മാധവൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഐ മേക്ക് മൈ ഡിസിഷൻസ്. ഇപ്പം ചേട്ടൻ്റെ അഡ്വൈസ് എപ്പോഴും ഞാൻ എടുത്തെന്ന് വരത്തില്ല. ചേട്ടൻ്റെ അഡ്വൈസ് എടുക്കാത്തടത്ത് അതേപോലെ കാര്യങ്ങളാവുന്നത് തെളിഞ്ഞിട്ടുമുണ്ട്. So in that case, I'm sure his advice is something that would help me. വിമർശനങ്ങൾ വരുമ്പോൾ ഈ മാധവ് അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ വരുന്ന ഹെയ്റ്റ് കമന്റുകൾ, അത് തീർച്ചയായും അച്ഛന്റെ ഒരു രാഷ്ട്രീയത്തെ കൂടി ലക്ഷ്യമിട്ട് വരാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? Obviously. ഉണ്ട്. കൂടുതലും അതാണ് എന്നാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. അതെ. എന്നെ കയറി സംഗീതം എന്ന് വിളിക്കേണ്ട ആവശ്യം എന്താ? അത്രേ ഉള്ളൂ. അതിൽ അത്യാവശ്യം അല്ലെങ്കിൽ ഈ കമന്റ് ചെയ്യുന്നവരുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിഷൻ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇത് കാണും. അവരുടെ പ്രൊഫൈലിൽ തന്നെ, അവരുടെ ബയോയിൽ തന്നെ കാണും ഈ പാർട്ടി സപ്പോർട്ടറാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ കുറേ ട്രോൾസും അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും അവരുടെ പോസ്റ്റിൽ കാണും. പിന്നെ ഇത് പലതും ഫേക്ക് അക്കൗണ്ട്സാണ്, അല്ലെങ്കിൽ ബേണർ അക്കൗണ്ട്സാണ്. ഇവർ ഇതിനു വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന അക്കൗണ്ട്സാണ്. അപ്പം സ്വന്തം ഐഡന്റിറ്റി ഇല്ലാതെ, അത് കാണിക്കാൻ ധൈര്യമില്ലാതെ പറയുന്ന കുറച്ച് പാവം പിള്ളേരാണ് ഇതെല്ലാം. എനിക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള സംസാരത്തിന് അതിൻ്റെ അനുസരിച്ചുള്ള തിരിച്ചടി കിട്ടേണ്ടത് തന്നെയാണ്. ഈ ട്രോളൊക്കെ ഉണ്ടാക്കുന്നവർ അതുകൊണ്ട് അവരുടെ ഫാമിലീസിനെ ഫീഡ് ചെയ്യുക. അവരുടെ വ്യൂവർഷിപ്പ് കൂടുന്നത് എപ്പോഴും ആൾക്കാർ കൂടുതൽ കളിയാക്കാൻ താല്പര്യമുള്ള. ഇപ്പം എൻ്റെ അച്ഛൻ BJP-യിലായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ സംസ്ഥാനത്തിൽ കളിയാക്കാൻ താല്പര്യം കാണും. അപ്പം അച്ഛനെ വെച്ചൊരു ട്രോൾ ഇറക്കിയാൽ അതിന് വ്യൂവർഷിപ്പ് കൂടും. വ്യൂവർഷിപ്പ് കൂടിയാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടുതൽ പൈസ അവർക്ക് കൊടുക്കും. അത് വെച്ച് ഇവരുടെ കുടുംബം നന്നായി പോകുന്നെങ്കിൽ അത്രയും നല്ലത്. ദാറ്റ്സ് ഇറ്റ്. അതാണ് മാധവനെ കൂടുതൽ ലക്ഷ്യമാക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? മേ ബി. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് 2-3 പിന്നെ അല്ലാതെ എൻ്റെ സംസാരം, ഇവൻ ഇത്തിരി അഹങ്കാരം കൂടുതല, ഇവൻ്റെ ഇംഗ്ലീഷ് ആക്സെന്റ് ഫേക്കാ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കൊണ്ട് ആണോ? എന്താ തോന്നുന്നു? ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയായിട്ട് കാണാൻ പഠിക്കണം. ഇവിടെ ആരെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവനോടൻ അഹങ്കാരം. സോ പോയിന്റ് വേറൊരു ഭാഷ മാത്രമാണ്. പിന്നെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കുറച്ചും കൂടി ഒരു ഇന്റർനാഷണൽ ലെവലിൽ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് വിദ്യാഭ്യാസം കുറവാണെന്നല്ല, ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് ജസ്റ്റ് എ ലാംഗ്വേജ്. അതേപോലെ നമ്മുടെ നാട്ടുകാരുടെ വ്യൂസ് കുറച്ച് മാറാനുണ്ട്. പക്ഷെ ഞാൻ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ എന്നെ വീണ്ടും അഹങ്കാരിയാക്കും.
അതുകൊണ്ട് അവർ തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്തോട്ടെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന്. ഇപ്പൊ ഈ പറഞ്ഞത് എന്താണ് നാട്ടുകാരുടെ വ്യൂസ് കുറച്ച് മാറാനുണ്ട് എന്ന് മാധവ് പറഞ്ഞത് എന്ത് കണ്ടാലും ഒന്നില്ലെങ്കിൽ ഷീപ്പ് മെന്റാലിറ്റി. 10 പേര് ഒരാളെ വിമർശിക്കുന്ന കണ്ട അയാളെ പോയി 11ാമത്തെ ആൾക്ക് വിമർശിക്കാൻ തോന്നുന്ന ഒരു ചിന്താഗതി ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെ. ഉം. അത് എന്നെ ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ വലിച്ചു കയറിയാലും സത്യമാണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും അറിയാം. അതേപോലെ 10 പേര് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടാലും ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ പോയി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാർ ഞാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും തെളിയിച്ചിട്ടില്ല വിത്ത് മൈ വർക്ക്. ഉം. സോ ഈവൻ ഫോർ ദാറ്റ് ഗിവ് മീ ടൈം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ശരിയായ ഒരു കോസിനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യാനുള്ള ടൈം എനിക്ക് തരണം. ആ ടൈം തരാതെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പൊതുവേ ഒരു ഷീപ്പ് മെന്റാലിറ്റി അങ്ങനെ പറയുന്നത് ഒരു ഹേർഡ്സിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് our state and definitely our country through that would become a better place. പുതിയ തലമുറയിൽ അങ്ങനെ ഒരു മാറ്റം മാധവ് കാണുന്നുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടായിരിക്കും? It's getting worse actually. പല കാര്യങ്ങളും നമ്മുടെ പുതിയ തലമുറ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആണ്, കുറച്ചും കൂടെ ഈ ഇൻഫർമേഷൻ സീക്ക് ഔട്ട് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ മാത്രം ഇത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. again that's just my opinion. ഇതിന് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉള്ള പല ആൾക്കാരും കാണും. സോ വെരി സബ്ജക്റ്റീവ്. ഓരോ ദിവസവും ഇപ്പൊ അഭിനയം, ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണല്ലോ. Yeah. അപ്പൊ ഈ 3 സിനിമയിൽ അഭിനയിച്ചില്ലെന്നും മാധവിന് തോന്നിയിട്ടുള്ളത് എന്താണ്? അങ്ങനെ ഒന്ന് രണ്ടോ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് സംതിങ് ഐ ക്യാൻ സെറ്റ് ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ റൈറ്റ് നൗ. ഓരോ മൈന്യൂട്ട് ചേഞ്ചസ് എൻ്റെ ചിന്താഗതിയിൽ തന്നെ വരും. ഹൗ ഡു ഐ എക്സിക്യൂട്ട്? ഇപ്പോൾ ഒരു സീൻ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ചെയ്തിട്ട് ഞാൻ ഹൈപ്പത്തറ്റിക്കൽ എൻ്റെ 10ാമത്തെ സിനിമയിൽ ഞാൻ അതേ സീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യും. ഉം. അതേപോലെ മൈക്രോ അഡ്ജസ്റ്റ്മെന്റ്സ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എല്ലാം വലിയ വലിയ ചേഞ്ചസ് ആവണമെന്നില്ല. കുറേ ചെറിയ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ടോട്ടാലിറ്റിയിൽ വരുന്നൊരു വലിയ ചേഞ്ച്. ദാറ്റ്സ് ഇറ്റ്. സ്വന്തമായാണോ തീരുമാനങ്ങൾ എടുക്കാറ്? ഇപ്പോൾ ഒരു സിനിമ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു ഫാമിലി തന്നെ ആക്ടേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്, അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാറുണ്ടോ? ഡിസ്കസ് അങ്ങനെയല്ല ചെയ്യാറുണ്ട്. തീരുമാനം തീരുമാനം. എൻ്റെ സിനിമയുടെ തീരുമാനം എന്നും എൻ്റെതായിരിക്കും. ഉം. എൻ്റെ ചേട്ടൻ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ തീരുമാനമായിരിക്കും. ഉം. അച്ഛനായാലും അതുപോലെ തന്നെ. സോ ഉം. യു ഷുഡ് ഓൾവേസ് മേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. നമ്മളിപ്പോൾ ഒരു വേറൊരാളുടെ അഭിപ്രായം കേട്ടൊരു ഡിസിഷൻ എടുത്തു. ഇഫ് ഇറ്റ് ഗോസ് വെൽ, ഓൾ ഗുഡ്. പക്ഷെ മോശമായി പോയി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ്ലി എങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ഇയാൾ പറയേണ്ട കേൾക്കണ്ടായിരുന്നു എന്നൊരു തോട്ട് മനസ്സിൽ വന്നാൽ പലപ്പോഴും ബന്ധങ്ങൾ ഒരേ തൊലയ്ക്കും. ഉം. വൈ ഡു ദാറ്റ്? മേക്ക് യുവർ ഓൺ ഡിസിഷൻസ് ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ യുവർ ഡിസിഷൻസ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഇൻ. മറ്റു ഭാഷകളിൽ നിന്ന് ഓഫറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ വരുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഐ എം ടേക്കിംഗ് മൈ ടൈം. പതുക്കെ സിനിമ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. വെർബലി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആവുന്നവരെ ഞാൻ പറയില്ല. ടൈറ്റിൽ. സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ മാധവന് എന്താണ് തോന്നുന്നത്? മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന മാറ്റങ്ങൾ. യെസ്. ഫോർ ദി ഇൻഡസ്ട്രി ടു ബി നമ്പർ യെസ്, തീർച്ചയായും. കമേഴ്ഷ്യലി. യെസ്. ഇപ്പോൾ ഇഫ് യു ആസ്ക് മീ ഇൻ ടേംസ് ഓഫ് കോണ്ടന്റ്, നമ്മൾ ഇറക്കുന്ന സിനിമകളുടെ ഒരു കോർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളം എന്നും നമ്പർ 1 ആണ് ഇപ്പോഴും. മേ ബി കൊറിയൻ ഫിലിംസ് ആൻഡ് ഫ്രഞ്ച് ഫിലിംസ് ക്യാൻ കമ്പീറ്റ്. പക്ഷെ ഇന്ത്യക്കുള്ളിൽ മലയാളം തന്നെയാണ് നമ്പർ 1. കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ പറയുന്നത്? ഇപ്പോൾ ബോളിവുഡ്, ടോളിവുഡ്, എല്ലാം കോളിവുഡ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ടെക്നീഷ്യൻസും ഏറ്റവും കൂടുതൽ മലയാളീസ് ആണ്. സ്ക്രിപ്റ്റ് പോകുന്നതും അവരുടെ ലാംഗ്വേജിൽ സ്ക്രിപ്റ്റ് തീർച്ചയായും. ചെയ്യുന്നതും കൂടുതൽ മലയാളീസ് ആണ്. ആൻഡ് സോ വൈ ആർ വി നോട്ട് നമ്പർ 1 യെറ്റ് കമേഴ്ഷ്യലി? ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് അവർ ലാക്ക് ഓഫ് പോപ്പുലേഷൻ? നമ്മുടെ സ്റ്റേറ്റ് കുറച്ചുകൂടെ ചെറുതാണ്. ഇപ്പോൾ തമിഴ്നാട് നോക്കിയാലും ആന്ധ്രാപ്രദേശ് നോക്കിയാലും ഹിന്ദി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഹ്യൂജ്, നോട്ട് വൺ സ്റ്റേറ്റ്. സോ ഐ ഫീൽ ലൈക്ക് വൺ തിങ്, ഈ ഒരു ജനറേഷന് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ സിനിമകളും ഇപ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ, ബിക്കോസ് ഓഫ് OTT മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. സോ ദാറ്റ് ഡിവൈഡ് ബൈ ലാംഗ്വേജ് ഹാസ് ഓൾറെഡി ബിൻ ഫിനിഷ്ഡ് ഓഫ്. ഇപ്പോൾ അതില്ല. സോ വൈ ഇസ് മലയാളം നോട്ട് ഗ്രോയിങ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ പൊളിറ്റിക്സിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന പോലെ ഉം. സിനിമയിൽ ഉം. ഓരോ ആൾക്കാരെയും വളരെ സട്ടിലായിട്ട് ഒതുക്കുന്ന പരിപാടി ഇവിടെ ഉണ്ട്. ഉണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം. മേ ബി ദേ ഡോണ്ട് ഓപ്പൺലി അക്നോളജ് ഇറ്റ്. പക്ഷെ ഉള്ള കാര്യം തന്നെ. ഉം. വൈ നോട്ട് ചേഞ്ച് ദാറ്റ്? വൈ നോട്ട് ഗ്രോ ആസ് എ കളക്റ്റീവ്? അപ്പോൾ എന്തായാലും വരുന്ന ചിത്രങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്ക് കാണാം, അല്ലേ? താങ്ക് യു ഫോർ Hopefully. ബീങ് ഹിയർ. Thank you so much.